നാട്ടിലെ ഒരു മരത്തിന്റെ കീഴിലിരുന്ന് മൂന്നാലഞ്ച് ചെറുപ്പക്കാർ പൊരിഞ്ഞ ചർച്ചയാണ്. എന്റെ പൊന്നടാവേ, ലോകത്തിലെ മരമായ മരമെല്ലാം ചെടിയായ ചെടിയെല്ലാം ആർക്കു വേണ്ടിയിട്ടാ പൂക്കുന്നേ? നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണെന്നേ. നമ്മൾ അതുകൊണ്ട് അത്തറുണ്ടാക്കും, കാമുകിക്ക് സമ്മാനം കൊടുക്കും, ബൊക്കെ ഉണ്ടാക്കും, എന്തിന് റീത്ത് വരെ ഉണ്ടാക്കും. ഇപ്പറഞ്ഞത് ശരിയാണോ? ലോകത്തുള്ള എല്ലാ ചെടികളും മരങ്ങളും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുമോ? ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം അതാണ് സത്യം. സസ്യങ്ങളുടെ പരിണാമം രസകരമാണ്. ഇന്ന് നമ്മുടെ ലോകത്ത് വളരുന്ന സസ്യങ്ങളുടെ എല്ലാം പൂർവികർ ആൽഗകളാണ്. പൊതുവെ ആൽഗകൾ വളരുന്നത് വെള്ളത്തിലാണ്. കടലിലും നദികളിലും തോടുകളിലും ശുദ്ധജല തടാകങ്ങളിലും അവർ വളരുന്നു. പച്ച, ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, ബ്രൗൺ എന്നിങ്ങനെ വർണ്ണശബളമായ ശരീരമുള്ള ആൽഗകൾ ലോകത്തുണ്ട്. ഇത്തരം ആൽഗകളെയൊക്കെ പിടിച്ച് അവരുടെ സവിശേഷതകൾക്ക് അനുസരിച്ച് ഓരോരോ ക്ലാസുകളിൽ ചേർത്തിട്ടുണ്ട് മനുഷ്യർ. പച്ച നിറമുള്ള ആൽഗകളുടെ ക്ലാസിന്റെ പേര് ക്ലോറോഫൈസി എന്നാണ്. ചുവപ്പ് നിറമുള്ള ആൽഗകളുടെ ക്ലാസിനെ റോഡോഫൈസി എന്ന് വിളിക്കുന്നു. ബ്രൗൺ നിറമുള്ള ആൽഗകളുടെ ക്ലാസ്സാണ് ഫയോഫൈസി. മഞ്ഞയും പച്ചയും നിറമുള്ള ആൽഗെ ക്ലാസ്സാണ് സാന്തോഫൈസി. നീലയും പച്ചയും കലർന്ന നിറമുള്ള ആൽഗകളുടെ ക്ലാസിന്റെ പേരാണ് സൈനോഫൈസി. ഇനിയുമുണ്ട് വേറെ. ക്ലോറോഫൈസി എന്ന ക്ലാസ്സിൽ ഉൾപ്പെടുന്ന പച്ച പിടിച്ചു നിൽക്കുന്ന കൂട്ടരെ തന്നെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. എന്താ? ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആകെ ഒരു കോശം മാത്രമുള്ള ഒരു ഏകകോശ അഥവാ യൂണിസെല്ലുലാർ ആൽഗയാണ് കേട്ടോ ക്ലാമിഡോമോണാസ്. ബാക്ടീരിയകൾക്ക് ഒക്കെ ഉള്ളതുപോലെ ഫ്ലജല്ല എന്ന് വിളിക്കുന്ന 2 കൊമ്പുകൾ ഇവർക്കുണ്ട്. ഇതൊന്നുമല്ല രസം, മൃഗങ്ങൾക്കൊക്കെ കണ്ണുള്ളതുപോലെ പ്രകാശം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ഐ സ്പോട്ട് ഉണ്ട് ഇവർക്ക്. പ്രകാശമുള്ള ഇടത്തേക്ക് പോയി ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നടത്തി ആഹാരം പാകം ചെയ്യാൻ ഐ സ്പോട്ട് ഇക്കൂട്ടരെ സഹായിക്കുന്നു. ഇവരുടെ ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകത്തിന് കപ്പിന്റെ ഷേപ്പാണ്. അമേരിക്കയിലൊക്കെ കനത്തിൽ മഞ്ഞു വീഴുന്ന കാലിഫോർണിയയിലെ സിയാറ നെവാഡ പോലെയുള്ള ചില പ്രദേശങ്ങളിൽ തണ്ണിമത്തൻ മഞ്ഞ് അഥവാ വാട്ടർമെലൺ സ്നോ എന്നൊരു പ്രതിഭാസം കണ്ടുവരാറുണ്ട്. അവിടങ്ങളിൽ ചില അവസരങ്ങളിൽ മഞ്ഞിൽ ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള അടയാളങ്ങൾ കാണാനാകും. ക്ലാമിഡോമോണസ് നിവാലിസ് എന്ന ആൽഗയുടെ സ്പോറുകളാണ് മഞ്ഞിന് ഇത്തരത്തിൽ ചുവപ്പ് നിറം കൊടുക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3000 മീറ്റർ ഉയരെയുള്ള മഞ്ഞുള്ള ഇടങ്ങളിൽ പോലും ഇത് കാണാനാകും. ഇവരുടെ സ്പോറുകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ആസ്റ്റാക്സാന്തിൻ എന്ന രാസവസ്തുവാണ്. ലോകത്തിൽ പലയിടങ്ങളിലും ചുവന്ന മഴ പെയ്തതായുള്ള വാർത്തകൾ കേട്ടിട്ടില്ലേ? മഴയ്ക്ക് നിറം കൊടുക്കുന്നതും ഇത്തരം ആൽഗകൾ തന്നെയാണ്, അല്ലാതെ രക്തം മഴയായി പെയ്യുന്നതൊന്നുമല്ല. ക്ലാമിഡോമോണാസുകൾക്ക് 0.005 മുതൽ 0.01 മില്ലിമീറ്റർ വലുപ്പം മാത്രമേ ഉള്ളൂ. അതായത് ഏകദേശം ഒരു ബാക്ടീരിയയുടെ വലുപ്പം. ഇവരെ കാണണമെങ്കിൽ മൈക്രോസ്കോപ്പ് വേണം. വിചിത്ര രൂപമുള്ള ഒരു ഏകകോശ ആൽഗയാണ് മൈക്രാസ്റ്റീരിയാസ്. ഒരു പച്ച ആൽഗയാണ് ഇത്. പോഷക സമ്പുഷ്ടമായ മറ്റൊരു ഏകകോശ ആൽഗയാണ് ക്ലോറല്ല. പോഷക സമ്പുഷ്ടമായ ക്ലോറല്ലയുടെ പൗഡറും ക്യാപ്സ്യൂളുകളും വിപണിയിൽ ലഭ്യമാണ്. ബഹിരാകാശ യാത്രികർ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ കഴിക്കുന്നത് പോലെയുള്ള ആഹാരങ്ങൾ സ്പേസിലേക്ക് കൊണ്ടുപോകാനും കഴിക്കാനും ഫുഡ് വേസ്റ്റ് നീക്കം ചെയ്യാനുമൊക്കെ വലിയ പാടാണ്. ടോയ്ലറ്റിൽ പോകേണ്ടതിന്റെ ബുദ്ധിമുട്ട് വേറെ. അപ്പോൾ കുറച്ച് കഴിച്ചാൽ തന്നെ മാക്സിമം ന്യൂട്രിയൻസ് കിട്ടുന്ന വൃത്തിയായി പാക്ക് ചെയ്യാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ആണ് നല്ലത്. ഇത്തരത്തിൽ ക്ലോറല്ല പോലെയുള്ള ആൽഗകളെ ബഹിരാകാശ യാത്രികർക്കുള്ള ഫുഡിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ് സ്പൈറുലിന. ഈ രീതിയിൽ സ്പേസിലേക്ക് പോകുന്നവർക്കായുള്ള ഫുഡിനായി നാസ സ്പൈറുലിനയെ യൂസ് ചെയ്തിരുന്നു. ക്ലോറോഫൈസിയിൽ തന്നെ ഉൾപ്പെടുന്ന മറ്റൊരു സുന്ദരനാണ് വോൾവോക്സ്. 50,000-ൽ പരം കോശങ്ങൾ ഉൾപ്പെടുന്ന ഉരുണ്ട ഗോളരൂപമുള്ള കോളനികളായാണ് വോൾവോക്സുകൾ കാണപ്പെടുന്നത്. വെറും 0.5 മില്ലിമീറ്റർ മാത്രം വ്യാസമേ ഈ കോളനികൾക്ക് ഉള്ളൂ. ഇത് വ്യക്തമായി കാണാൻ മൈക്രോസ്കോപ്പ് തന്നെ ശരണം. ശരിക്കും ഒരു പച്ച ലഡു പോലെ ഉണ്ടല്ലേ കാണാൻ? അരെ വാ! നമ്മുടെയൊക്കെ വീടുകളിലുള്ള അക്വേറിയത്തിൽ ഇടയ്ക്കിടയ്ക്ക് പച്ച നിറത്തിൽ തീരെ വണ്ണമില്ലാത്ത നേർത്ത നൂലുകൾ ഇതുപോലെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? പായലാണല്ലോ ഇത്. അതെ, പായലാണ്. ശരിക്കും പറഞ്ഞാൽ സ്പൈറോഗൈറ എന്ന ആൽഗയാവാനുള്ള സാധ്യതയുണ്ട്. സ്പൈറൽ ഷേപ്പുള്ള ഹരിതകമുള്ള ആൽഗയാണ് സ്പൈറോഗൈറ. ഇത്തരത്തിൽ നൂലുപോലെ കാണുന്ന പച്ച ആൽഗകൾ വേറെയുമുണ്ട്. വിഡഗോണിയം, ക്ലാഡോഫോറ ഒക്കെ മറ്റു ചില ഉദാഹരണങ്ങളാണ്. അക്വേറിയത്തിലൊക്കെ വളർത്താൻ പറ്റിയ ഒരിനം ആൽഗയാണ് ക്ലാരയല്ല, ക്യാര പോലെ അക്വേറിയത്തിൽ വളർത്തുന്ന മറ്റൊരാൽഗയാണ് നിറ്റല്ല. നക്ഷത്രത്തിന്റെ ഷേപ്പുള്ള ഹരിതകമുള്ള ആൽഗയാണ് സിഗ്നീമ. ഇപ്പറഞ്ഞ ആൽഗകളൊക്കെ പൊതുവെ ശുദ്ധജലവാസികളാണ്. കടലിൽ വളരുന്ന ഗ്രീൻ ആൽഗകൾ ആരൊക്കെയാണപ്പോ? കടലിലെ ലെറ്റ്യൂസ് എന്നറിയപ്പെടുന്ന അൾവ, കൊടിയം, കടൽ മുന്തിരി എന്ന് വിളിപ്പേരുള്ള കോലർപ്പ, മത്സ്യകന്യകയുടെ വൈൻ ഗ്ലാസ് അഥവാ മെർമെയ്ഡ്സ് വൈൻ ഗ്ലാസ് എന്ന് വിളിക്കുന്ന അസറ്റാബുലേറിയ ഒക്കെ പച്ച നിറമുള്ള കടൽ ആൽഗകളാണ്.
കടലാൽഗകളുടെ പേരൊക്കെ പറഞ്ഞപ്പോൾ ബോട്ടണി പഠിക്കുന്ന സമയത്ത് തൂത്തുക്കുടിയിൽ കടൽ തീരത്തുകൂടിയും വേലിയിറക്കത്തിന്റെ സമയത്ത് കടലിലൂടെയും വെയിലും കൊണ്ട് ആൽഗെ പെറുക്കാൻ തേരാപാര നടന്നത് ഓർമ്മ വന്നു. വനങ്ങൾ സാധാരണയായി എവിടെയാണ് കാണപ്പെടുന്നത്? കരയിലാണ് അല്ലേ? പക്ഷേ കടലിലും വനങ്ങൾ ഉണ്ടെന്നേ. കടലിൽ വനമായി വളരുന്ന ഒരിനം ബ്രൗൺ ആൽഗയാണ് ജയന്റ് കെൽപ്പ്. മാക്രോസിസ്റ്റിസ് പൈറിഫെറ എന്നാണ് ഇവരുടെ ശാസ്ത്രനാമം. ബുൾ കെൽപ്പ് എന്ന് വിളിക്കുന്ന മറ്റൊരു കെൽപ്പ് കൂടിയുണ്ട്. കടലിന്റെ ആഴങ്ങളിൽ ഇവർ തീർക്കുന്ന വനങ്ങളെ കെൽപ്പ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. ഒട്ടേറെ ജീവികൾ വസിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ഇത്. കെൽപ്പിന്റെ കുഴൽ പോലെയുള്ള തണ്ട് വട്ടത്തിൽ അരിഞ്ഞ് ഉപ്പിലിട്ട് കഴിക്കുകയും അച്ചാറിട്ട് കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. മണിക്ക, കെൽപ്പിന്റെ അച്ചാറുകുട്ടി കുറച്ച് കഞ്ഞി എടുക്കട്ടെ. പ്രധാനമായും കെൽപ്പ് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നത് 6 ജനുസുകളിൽപ്പെടുന്ന ബ്രൗൺ ആൽഗകളാണ്. എക്ലോണിയ, ലാമിനേരിയ, ലെസോണിയ, മാക്രോസിസ്റ്റിസ്, നീറിയോസിസ്റ്റിസ്, സക്കാരിന എന്നിവയാണവ. അതായത് ഒരു കെൽപ്പ് ഫോറസ്റ്റ് ഉണ്ടാക്കാൻ മാത്രമുള്ള കെൽപ്പ് ഇവർക്കുണ്ട്. ശരിക്കും കെൽപ്പ് ഫോറസ്റ്റ് ഒരു വമ്പൻ ആവാസ വ്യവസ്ഥയാണ്. ഈ ആവാസ വ്യവസ്ഥയിൽ പലതരത്തിലുള്ള ജീവികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റ് സസ്യങ്ങൾ, വിവിധതരം മീനുകൾ, ലോബ്സ്റ്ററുകൾ, സീ ഒട്ടറുകൾ, സീ ലയണുകൾ, സീലുകൾ, അങ്ങനെ ഒരുപാട് ജീവികൾ. ശരിക്കും കടലിന്റെ അടിത്തട്ടിലുള്ള ഒരു ഘോര വനം തന്നെയാണ് ഇത്. പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും ആർട്ടിക് സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമെല്ലാം കെൽപ്പ് ഫോറസ്റ്റുകൾ ഉണ്ട്. കെൽപ്പ് വിഭാഗത്തിൽപ്പെടുന്ന ആൽഗകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസവസ്തുവാണ് ആൽജിനേറ്റ്. ചികിത്സാരംഗത്ത് ഉൾപ്പെടെ പലവിധ ആവശ്യങ്ങൾക്കായി ജെല്ലുകൾ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഒന്നും രണ്ടുമല്ല, ഭക്ഷ്യയോഗ്യമായ ഒരുപാട് ആൽഗകൾ ലോകത്തുണ്ട്. ഫേമസ് ആയ ഒരു ജാപ്പനീസ് ഡിഷാണല്ലോ സൂഷി. ഒട്ടിപ്പിടിക്കുന്ന പശിമയുള്ള സ്റ്റിക്കി റൈസും ഫിഷുമൊക്കെ അടങ്ങിയിട്ടുള്ള സൂഷി ഒരു റോൾ പോലെ ഏതോ ഒരു ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലാണ് കിട്ടുക. ശരിക്കും ഭക്ഷ്യയോഗ്യമായ ആൽഗയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഷീറ്റാണ് അത്. നോറി എന്നാണ് ഈ ഷീറ്റിന്റെ പേര്. പോറഫൈറ എന്ന ജനുസിൽ ഉൾപ്പെടുന്ന ചുവന്ന ആൽഗയിൽ നിന്നും ആണത് ഉണ്ടാക്കുന്നത്. ജാപ്പനീസ് ഭാഷയിൽ കൊമ്പു എന്നറിയപ്പെടുന്ന ഒരു ബ്രൗൺ ആൽഗയാണ് ലാമിനാരിയ ജാപ്പോണിക്ക. ജപ്പാനിൽ ഡാഷി എന്ന് വിളിക്കുന്ന സൂപ്പുകളുടെ ദ്രാവക ഭാഗം ഉണ്ടാക്കുന്നതിന് ചേരുവയായി ഇത് ചേർക്കാറുണ്ട്. അജിനോമോട്ടോ അഥവാ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിനെ പോലെ ഇത് ഫുഡിന് ഒരു ഉമാമി രുചി നൽകുന്നു, ഭക്ഷണത്തെ രുചികരമാക്കുന്നു. ചുവപ്പ് ശരീരമുള്ള റോഡോഫൈസി എന്ന ക്ലാസ്സിൽ ഉൾപ്പെടുന്ന കടൽ ആൽഗകളാണ് കപ്പാഫൈക്കസ്, ഗ്രാസിലേറിയ, പോളിസൈഫോണിയ, കോൺട്രസ് ക്രിസ്പസ് എന്നിവ. ഇതിൽ കോൺട്രസ് ക്രിസ്പസ് ജയന്റ് ഐറിഷ് മോസ്, ജെല്ലി മോസ് എന്നും അറിയപ്പെടുന്നു. ഭക്ഷ്യയോഗ്യമായ കാരഗിനാൻ പോലെയുള്ള ജെല്ലികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരിനം ആൽഗയാണിത്. എക്ടോകാർപ്പസ്, സർഗാസം, പഡൈന, ഡിക്റ്റിയോട്ട, ഫ്യൂക്കസ് എന്നിവ ചില ബ്രൗൺ ആൽഗകൾക്ക് ഉദാഹരണമാണ്. സിലിക്ക അടങ്ങിയ ഫ്രസ്റ്റ്യൂൾ എന്ന് വിളിക്കുന്ന ശരീരമുള്ള ഒരു വിഭാഗം ഇത്തിരി കുഞ്ഞൻ ആൽഗകളാണ് ഡയാറ്റംസ്. കുഞ്ഞന്മാരാണെങ്കിൽ എന്താ, ലോകത്താകെ കടലിലും ശുദ്ധജല ആവാസ വ്യവസ്ഥകളിലുമായി ഏകദേശം 100,000 സ്പീഷീസുകളിൽപ്പെടുന്ന ഡയാറ്റംസ് ഉണ്ട്. രൂപം കൊണ്ട് ഓരോരുത്തരും ഒന്നിനൊന്ന് വ്യത്യസ്തരാണ് കേട്ടോ. കണ്ടില്ലേ, കാണാൻ എന്താ ചന്തം. ബാസിലേരിയോഫൈസി എന്ന ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഇവർ. ഒരു സസ്യമാണെങ്കിലും പ്രത്യേകിച്ച് ഇലയെന്നോ തണ്ടെന്നോ വേരെന്നോ വേർതിരിച്ചു പറയാനുള്ള യാതൊരു ഭാഗവും ഇവരുടെ ശരീരത്തിൽ ഇല്ല. അതുകൊണ്ട് ഇവരുടെ ശരീരത്തിനെ താലസ് എന്ന് വിളിക്കുന്നു. ആൽഗകളെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയെ ഫൈക്കോളജി എന്ന് വിളിക്കുന്നു. കുറെ നാളുകളായി ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറുകളിലും കുളങ്ങളിലും മറ്റ് ജലാശയങ്ങളിലും കൂടാതെ വെള്ളക്കെട്ടുകളിലും ആൽഗകൾ ഇങ്ങനെ തഴച്ചു വളർന്നു കിടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതിനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് വിളിക്കുന്നത്. ജലാശയങ്ങളിൽ ന്യൂട്രിയൻസിന്റെ അളവ് കൂടുന്നതുകൊണ്ട് ആൽഗകൾ തഴച്ചു വളരുന്നു. ഇത് കാരണം ജലാശയത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറയുകയും മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ അതിജീവനം സാധ്യമല്ലാതെയാകുന്നു. വിളകൾക്ക് വേണ്ടി നൽകുന്ന പോഷകങ്ങൾ ഒലിച്ച് ജലാശയങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കരയിൽ ഈർപ്പമുള്ള ഇടങ്ങളിൽ വളരുന്ന കര ആൽഗകളും ലോകത്തുണ്ട് കേട്ടോ. ലൈക്കണുകളെ കണ്ടിട്ടില്ലേ? മരത്തിന്റെ പട്ടയിലും മതിലിലും പാറകളിലും വളരുന്ന ലൈക്കണുകൾ ശരിക്കും ഫംഗസും ആൽഗയും ചേർന്ന ഒരു പ്രത്യേക ഇനം ജീവിയാണ്. പൊതുവെ പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിവില്ലാത്ത, ഹരിതകമില്ലാത്ത ജീവികളാണല്ലോ ഫംഗസുകൾ. ഈ ഫംഗസുകൾ ഒരിക്കൽ തന്റെ തരക്കാരനായ ആൽഗകളുമായി കൂട്ടുകൂടിയാലോ എന്ന് ആലോചിച്ചു. ആൽഗകൾക്ക് പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവുണ്ടല്ലോ. അങ്ങനെ ആൽഗയും ഫംഗസും കൂടിച്ചേർന്ന് രൂപീകരിച്ച ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ് ലൈക്കൺ. സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടു കൂട്ടർക്കും പ്രയോജനമുള്ള ഒരു അസോസിയേഷൻ. ലൈക്കണുകളിൽ ഉൾപ്പെടുന്ന ഫംഗസുകൾ വെള്ളവും ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യാൻ ആൽഗകളെ സഹായിക്കുന്നു. ആൽഗകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ആൽഗകളാകട്ടെ പ്രകാശ സംശ്ലേഷണം നടത്തി ഉണ്ടാക്കുന്ന ആഹാരത്തിൽ ഒരു പങ്ക് ഫംഗസിന് കൊടുക്കും. ഒരു ബാർട്ടർ സമ്പ്രദായം. ആൽഗയും ഹാപ്പി, ഫംഗസും ഹാപ്പി.
ഭാര്യാഭർത്താക്കന്മാരെ പോലെ അവർ അങ്ങനെ ജീവിക്കുന്നു. പൊതുവെ മലിനീകരണം കുറഞ്ഞ ഇടങ്ങളിലെ ലൈക്കണുകൾ വളരാറുള്ളൂ. മലിനീകരണത്തിന്റെ തോത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ബയോ ഇൻഡിക്കേറ്ററാണ് ലൈക്കൺ എന്ന് പറയാം. ലൈക്കൺ വളരാത്ത ഇടങ്ങളിൽ മലിനീകരണം കൂടുതലായിരിക്കും. കൽപ്പാശി, കൽപ്പായൽ, സ്റ്റോൺ ഫ്ലവർ എന്നൊക്കെ അറിയപ്പെടുന്ന ലൈക്കണുകളെ ഒരു സ്പൈസ് എന്ന നിലയിൽ ആഹാരങ്ങളിൽ ചേരുവയായി ചേർക്കാറുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭൂമിയിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ ഓക്സിജൻ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? സംശയമെന്താ? വനങ്ങളിലെ മരങ്ങൾ, ചെടികൾ അല്ലേ? എന്നാൽ ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരമായ ഓക്സിജന്റെ ഒരു മുഖ്യ പങ്കും ഉൽപ്പാദിപ്പിക്കുന്നത് കടലുകളിൽ വളരുന്ന ഫൈറ്റോ പ്ലാങ്ക്ടണുകൾ എന്ന് വിളിക്കുന്ന ആൽഗകളാണ്. പൂക്കാത്ത ചെടികളെക്കുറിച്ച് പറയേണ്ടുന്നതിന് പകരം ആൽഗകളെക്കുറിച്ച് ഇവൻ എന്തിനാണ് ഇങ്ങനെ കത്തിവെക്കുന്നത് എന്ന് കരുതുന്നുണ്ടാവുമല്ലേ? കാര്യമുണ്ട്, ആൽഗകൾ പൂക്കാറില്ല. ഒരു ചെടിയുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻ അഥവാ പ്രത്യുൽപാദന അവയവമാണ് പൂവ്. ഇതിൽ സ്റ്റേമൻ എന്നറിയപ്പെടുന്ന മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും ഗൈനീഷ്യം എന്നറിയപ്പെടുന്ന ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും അടങ്ങിയിരിക്കുന്നു. പൊതുവെ ഇത്തരത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കുന്നത് സപുഷ്പികൾ എന്നറിയപ്പെടുന്ന സസ്യങ്ങളുടെ പരിണാമ പ്രക്രിയയിലെ അവസാന കണ്ണികളായ ആൻജിയോസ്പേമുകളാണ്. നമുക്ക് ചുറ്റും ഇന്ന് കാണുന്ന ഭൂരിഭാഗം ചെടികളും മരങ്ങളുമെല്ലാം ആൻജിയോസ്പേമുകളാണ്. പോളിനേറ്റേഴ്സ് അഥവാ പരാഗണകാരികളെ ആകർഷിച്ച് പരാഗണം നടത്തുന്നതിനു വേണ്ടിയാണ് ആൻജിയോസ്പേമുകൾ പൂക്കൾ ഉണ്ടാക്കുന്നത്. ആൻജിയോസ്പേമുകളെ പോലെ ഇത്തരത്തിൽ പരാഗണം നടത്തേണ്ടാത്തതുകൊണ്ട് ആൽഗകൾ പൂക്കാറില്ല. എങ്കിലും ആന്തറിഡിയം, ഊഗോണിയം എന്നൊക്കെ അറിയപ്പെടുന്ന മെയിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടുകൾ അവർക്കുണ്ട്. സസ്യങ്ങളുടെ പരിണാമ ശ്രേണിയിൽ ആൽഗകൾക്ക് തൊട്ടുമുകളിലുള്ളത് ബ്രയോഫൈറ്റുകളാണ്. ആൽഗകൾ പൊതുവെ വെള്ളത്തിലാണ് വളരുന്നത് അല്ലേ? എന്നാൽ കരയിൽ ഈർപ്പമുള്ള ഇടങ്ങളിലാണ് ബ്രയോഫൈറ്റുകൾ വളരുന്നത്. അതായത് വെള്ളത്തിൽ രൂപം കൊണ്ട സസ്യങ്ങളുടെ പൂർവികർ പതിയെ പതിയെ കരയിലേക്ക് കയറാൻ തുടങ്ങി എന്നുള്ളതിന്റെ തെളിവുകളാണ് ബ്രയോഫൈറ്റുകൾ. നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ബ്രയോഫൈറ്റുകൾ ഇവയൊക്കെയാണ്: റിക്സിയ, സയാത്തോഡിയം, മാർക്യാൻഷ്യ, ഫ്യുണേറിയ. ഇതുപോലെ മതിലുകളിലും കല്ലിലും മരത്തിലുമൊക്കെ ഇറുക്കിപ്പിടിച്ചു വളരുന്ന ഇത്തരം ബ്രയോഫൈറ്റുകളെ പൊതുവെ മോസസ് എന്നാണ് വിളിക്കാറുള്ളത്. ഇത്തരം ബ്രയോഫൈറ്റുകളെ പറിച്ചെടുത്ത് പണ്ട് തലവെട്ടി കളിച്ചിട്ടുണ്ട് നമ്മൾ. ആൽഗകളെ പോലെ ബ്രയോഫൈറ്റുകളും പൂക്കാറില്ല. ബ്രയോഫൈറ്റിന് മുകളിലുള്ള സസ്യവിഭാഗമാണ് ടെറിഡോഫൈറ്റുകൾ. ബ്രയോഫൈറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി അത്യാവശ്യം വലുപ്പത്തിലൊക്കെ ഇവർ വളരും. ടെറിഡോഫൈറ്റുകളും പൂക്കാറില്ല. പന്നൽ ചെടികൾ എന്ന് മലയാളത്തിൽ ഇവരെ വിളിക്കുന്നു. ഡ്രൈമോഗ്ലോസം, ടെറിസ്, റൈനേറിയ, എലിച്ചെവിയൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഹെമിയോണിറ്റിസ് അരിഫോളിയ, സെലാജിനല്ല, അഡിയാൻഡം, അങ്ങനെ ഒരുപാട് ടെറിഡോഫൈറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വെള്ളപ്പൊടിയുള്ള ടെറിസിന്റെ ഇല പറിച്ചെടുത്ത് ഒരു ടാറ്റു പോലെ കയ്യിൽ പതിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. പരിണാമപ്രകാരം ടെറിഡോഫൈറ്റുകൾക്ക് മുകളിലുള്ള സസ്യവിഭാഗമാണ് ജിംനോസ്പേമുകൾ. ഡൈനോസറുകളുടെ കാലഘട്ടത്തിൽ കരയിൽ കൂടുതലായി ഉണ്ടായിരുന്നത് ടെറിഡോഫൈറ്റുകളും ജിംനോസ്പേമുകളും ആയിരുന്നു. സൈക്കസ് എന്ന് വിളിക്കുന്ന ഈന്തുപന, സാമിയ, പൈൻ മരങ്ങൾ, ജിങ്കോ ബൈലോബ, നീറ്റം, നമ്മുടെ വീടുകളിലൊക്കെ അലങ്കാര ചെടിയായി വളർത്തുന്ന തുജ, കുപ്രസസ്, ഓറക്കേറിയ, ഇതെല്ലാം ജിംനോസ്പേമുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഈന്തുപനയുടെ കായ പാകമാകുമ്പോൾ അതിന്റെ പൊടി ഉപയോഗിച്ച് പുട്ടും മറ്റ് ആഹാര പദാർത്ഥങ്ങളും ഉണ്ടാക്കി കഴിക്കാറുണ്ട് നമ്മൾ. ശരിക്കും ഈന്തിൻ കായ എന്ന് പറയുന്നത് ഈന്തുപനയുടെ വിത്താണ്. സാധാരണഗതിയിൽ വിത്തുകൾ എവിടെയാണ് കാണപ്പെടുക? പഴത്തിനുള്ളിലാണ് അല്ലേ? പഴമല്ലെങ്കിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു പൂവിന്റെ ഓവറിയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. പരാഗണം നടന്നതിന് ശേഷം ഓവറിക്കകത്തുള്ള ഒവ്യൂളുകളാണ് വിത്തുകളായി മാറുക. എന്നാൽ ജിംനോസ്പേമുകൾക്ക് അങ്ങനെ ഒരു ഓവറി ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിത്തുകൾ നഗ്നമാണ്. ജിംനോസ്പേം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നഗ്നമായ വിത്തുകൾ ഉണ്ടാക്കുന്ന ചെടികൾ എന്നാണ്. കാറ്റ് വഴിയാണ് ജിംനോസ്പേമുകളുടെ പരാഗണം നടക്കുന്നത്. പെൺ ഈന്തുപനകൾ മാത്രമേ ഇത്തരത്തിൽ കായ്ക്കുകയുള്ളൂ. പൈൻ മരങ്ങളുടെയൊക്കെ കോണുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ജിംനോസ്പേമുകളുടെ മെയിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടുകൾ ഉള്ളത് കോണുകളിലാണ്. ആൺകോണുകളുമുണ്ട്, പെൺകോണുകളുമുണ്ട്. ഇന്ന് നമ്മുടെ ഭൂമിയിൽ കൂടുതലും കാണപ്പെടുന്നത് പൂക്കുന്ന സസ്യങ്ങളാണ്. ഇത്തരം സസ്യങ്ങൾ ആൻജിയോസ്പേംസ് എന്ന് അറിയപ്പെടുന്നു. പൂക്കാത്ത ആൽഗകളിൽ നിന്ന് ബ്രയോഫൈറ്റുകളായും ടെറിഡോഫൈറ്റുകളായും ജിംനോസ്പേമുകളായും രൂപാന്തരപ്പെട്ട് ഒടുവിൽ ആൻജിയോസ്പേമുകളായി വസന്തം തീർക്കുന്ന സസ്യങ്ങളാണ് നമ്മുടെ ഭൂമിയിലുള്ളത്. എന്തൊരു നീണ്ട യാത്രയാണല്ലേ!